ചൈനക്കാരുടെ ഈ കറങ്ങുന്ന കള്ളപ്പച്ചട്ടി ഒന്ന് കണ്ടു നോക്കിയേ, കൊള്ളാം അല്ലേ? ഈ ഐഡിയ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ കേട്ടോ, കൊള്ളാം. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് കോഴിക്കുഞ്ഞ് വിരിയാറായ മുട്ടകൾ ഇതുപോലെ മസാല ഇട്ടിട്ട് ചില ആൾക്കാരൊക്കെ കഴിക്കുന്നതാണ്. പിന്നെ ചൈനയിൽ മതമില്ല എന്ന് പറയുന്നവർ ഒന്ന് കണ്ടു നോക്കൂ, എല്ലാ സ്ഥലങ്ങളിലും പള്ളികളുണ്ട്. അതുപോലെ തന്നെ ഇത് നോക്കിക്കേ, നല്ല ഷൂ ഒക്കെ ഇട്ടിട്ട് ഒരു പട്ടിക്കുട്ടി യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എവിടെയാണെന്നല്ലേ, ചൈനയിലെ ഹാൻജോ എന്ന് പറഞ്ഞ നഗരത്തിലെ ഹേഫാങ് സ്ട്രീറ്റിലോട്ടാണ്. അവിടെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമുക്ക് ഒരു ലാഫിംഗ് ബുദ്ധയുടെ പ്രതിമയാണ് കാണാൻ കഴിയുന്നത്. ലാഫിംഗ് ബുദ്ധ നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കാരണം വെച്ചാൽ ലാഫിംഗ് ബുദ്ധയുടെ പ്രതിമ പലരും നമ്മുടെ നാട്ടിലൊക്കെ വീടുകളിൽ വയ്ക്കാറുണ്ട്. ലാഫിംഗ് ബുദ്ധ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാവും, സമ്പത്തുണ്ടാവും എന്നൊക്കെയാണ് ചൈനക്കാരും വിശ്വസിക്കുന്നത്. ലാഫിംഗ് ബുദ്ധയുടെ വയറിൽ ഇങ്ങനെ തലോടിയിട്ടുണ്ടെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും, അതുപോലെ തന്നെ സമൃദ്ധി ഉണ്ടാകുമെന്നൊക്കെ ഇവരും വിശ്വസിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവരിവിടെ വന്ന ലാഫിംഗ് ബുദ്ധയുടെ വയറിലൊക്കെ തലോടുന്ന രസകരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ ഞാൻ അതിലൂടെ നടക്കുമ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്ന രണ്ട് സുന്ദരി പെൺകുട്ടികളെയും കണ്ടു. അങ്ങനെ നോക്കുമ്പോഴാണ് ഇതാ ഇവിടെ നമ്മുടെ കള്ളപ്പം പോലെ തന്നെയാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അരിമാവല്ലെന്നേ ഉള്ളൂ, മൈദ ഉപയോഗിച്ചാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. അതുപോലെ തന്നെ ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിൽ തന്നെ ഇതുപോലെ അതിവിശാലമായൊരു ദേവാലയം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ദേവാലയം ഇവിടെ കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളെയും കാണിച്ചേക്കാന്ന്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സൺഡേ ഒന്നും അല്ലാത്തത് കൊണ്ട് പള്ളിയൊന്നും തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ സൺഡേ ഒക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളെ ഈ പള്ളിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വേറെ ഒരുപാട് പള്ളിയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ ആ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ചൂടുവെള്ളമൊക്കെ എല്ലാവരും ഇങ്ങനെ റോസപ്പൂവിൻ്റെ ഇതളുകളും ജമന്തിയുടെ പൂക്കളൊക്കെ ഇട്ടിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ അതുപോലൊരു ചൂടുവെള്ളമാണ്. ആ പെൺകുട്ടി എനിക്കും അങ്ങനെ വെള്ളമൊക്കെ തന്നു. അപ്പം ഞാൻ അവളുടെ വീഡിയോ എടുത്തപ്പോൾ അവൾക്ക് സന്തോഷമായി. അവൾ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ വീണ്ടും ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ പണ്ട് ഉരലിലൊക്കെ ഇട്ട് അരിയൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കുന്നില്ലായിരുന്നോ, മുളകൊക്കെ നമ്മൾ പൊടിക്കൂലായിരുന്നോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ട്രഡീഷണലായിട്ട് ഇവരിങ്ങനെ മുളകൊക്കെ പൊടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പച്ചമുളക് കേട്ടോ, ഈ ചുമപ്പ് കളറുള്ള മുളക്. അതാണ് കുട്ടികൾക്കൊക്കെ അത് ട്രൈ ചെയ്യാൻ കൊടുത്തതാണ്. അവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഷോപ്പിൽ കൊടുക്കുന്ന മുഴുവൻ ഈ മുളകിൻ്റെ ഐറ്റംസ് ആയിരുന്നു. വീണ്ടും അവിടെ കാണാൻ കഴിഞ്ഞ് ഇതെന്താണെന്നറിയാമോ, ചൈനീസ് ടീ ഉണക്കുന്നതാണ്. ചൈനീസ് ടീ ഇങ്ങനെ അതിൻ്റെ ഇല നുള്ളി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഡ്രയറിലിട്ട് ഉണക്കി അത് ചായപ്പൊടി ആക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ. ആ പ്രോസസ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ, മേലെ ഇല ഇട്ട് കൊടുക്കും, അത് താഴോട്ട് വന്ന് ഇവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി അത് ഉണങ്ങി താഴോട്ട് വീഴും. അപ്പോൾ ഈ കടയിലെ ചായപ്പൊടിയൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇത് വലിയൊരു പ്രശസ്തമായ ഒരു ചൈനീസ് ടീ 312 RMB ആണ് ഹാഫ് kg. അപ്പോൾ ഇവിടെ ഇതുപോലെ ചൈനീസ് ടീ ഒക്കെ വെച്ചിരിക്കുന്ന കാഴ്ചകൾ കാണും. അപ്പോൾ ഇവിടെ വയസ്സായ ആൾക്കാരും ഇതുപോലെ കണ്ടില്ലേ, വീൽ ചെയറിലൊക്കെ ഇതുപോലെ യാത്ര ചെയ്യുന്ന കാഴ്ചയാണ്. നമ്മൾ ഈ തിരക്കിനിടയിലൊന്നും വയസ്സായ ആൾക്കാരൊന്നും വരില്ലല്ലോ, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ഫോട്ടോയ്ക്ക് ഫ്രെയിമുകളുണ്ട്. ഇതൊക്കെ പുരാതനമായ 900 വർഷമൊക്കെ പഴക്കം ചെന്ന ഒരു സിറ്റിയാണ്. അപ്പം ആ ഒരു സ്ട്രീറ്റിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ പണ്ടത്തെ കുറേ ഇതുപോലെയുള്ള ജനലുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, ചൈനീസുകാരും വിദേശികളും സ്വദേശികളൊക്കെ അതുവഴി എപ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടി യാത്ര ചെയ്യാറുണ്ട്. എപ്പോഴും ഇവിടെ തിരക്കായിരിക്കും കേട്ടോ. ഹോളിഡേയ്സിൽ ശരിക്കും പറഞ്ഞാൽ ചൈനക്കാർ അവർ വീട്ടിലിരിക്കത്തേയില്ല. എല്ലാവരും ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയിക്കൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ചൈന തീർന്നു എന്നൊക്കെ കുറേ വാർത്തകളിൽ കണ്ടിരുന്നു. ശരിക്കും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശരിക്കും ഇവരൊന്നും അങ്ങനെയൊന്നും തീരുന്ന ആൾക്കാരൊന്നും അല്ല.
ഇവർ ഇവിടെ സന്തോഷിച്ച് ഇവരുടെ ജീവിതം അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇവരെക്കുറിച്ച് ഓരോ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി സന്തോഷിച്ച് അതിൽ സുഖം കണ്ടെത്തിക്കൊണ്ടിരിക്കും. ഇവർ പിന്നെ അതിലൊന്നും കെയർ ചെയ്യില്ല. ഇവരുടെ ജീവിതം ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ശരിക്കും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ചൈന തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ എന്തായാലും ഞങ്ങളും അതിലൂടെ കറങ്ങി നടന്ന് പിള്ളേരൊക്കെ നമ്മുടെ കൂടെ ഉള്ളതെല്ലാം മലയാളി കുട്ടികളാട്ടോ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അവരൊക്കെ അവിടെ പഴയ കാലത്തെ ജനലുകളും വാതിലുകളും ഒക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ. അതാ ഇവിടെ നോക്കിക്കേ, ഒരു 3 നിലയുണ്ട് കേട്ടോ. 3 നിലയുടെ മേലെ നിന്നിട്ടാണ്, ആ റെസ്റ്റോറൻറ്റിന് മുന്നിൽ നിന്നിട്ടാണ് അവർ ഡാൻസ് കളിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ മൊത്തം ആൾക്കാരും അവരുടെ വീഡിയോസ് എടുക്കുന്ന ആൾക്കാരെ ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഞാൻ ഓർത്ത് ഇത് എന്ത് സംഭവമാണെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ജസ്റ്റ് അവരവിടെ ഒരു ഡാൻസ് കളിക്കുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി കൂടി നിൽക്കുന്ന ആൾക്കാരാണ്. കണ്ടോ, യൂറോപ്യൻസൊക്കെ ഇതിലെ കൂടെ നടക്കുന്നുണ്ട്. അവരെയൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. പിന്നെ ഇങ്ങനെ ഓരോ സ്ട്രീറ്റ് ഫുഡുകളും ഉണ്ട് കേട്ടോ. ഈ ഒരു നാടിൻ്റെ പുതിയ പുതിയ ടേസ്റ്റുകൾ, അവരുടേതായ ടേസ്റ്റുകളൊക്കെ, ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഫുഡുകളും അവരുടെ ഡ്രിങ്ക്സും, അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് കൂടുതലും ഇതിലൂടെ നടക്കുമ്പം കാണാം. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ടെങ്കിൽ അവിടെ അതിൻ്റെയൊക്കെ കുറേ കാഴ്ചകളാണ്. വ്യത്യസ്തങ്ങളായ സാധനങ്ങളാണ് കേട്ടോ, എല്ലാ സാധനങ്ങളും തന്നെ. ഫുഡ് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ ഒരുപാട് ഫുഡുകളൊക്കെ കാണിച്ച് നിങ്ങളെ ഇതാക്കണ്ടെന്ന് വിചാരിച്ച് ഇതൊക്കെ ഡ്രൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് കേട്ടോ. അതിൻ്റെ തന്നെ വലിയൊരു ഷോപ്പാണ്. നോക്കിക്കേ എത്ര ക്രിയേറ്റീവായിട്ടാണ് ഇവരിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. ശരിക്കും മൂങ്ങേനെയൊക്കെ കണ്ടാൽ അതുപോലെ തന്നെ ഇല്ലേ? അവരുടെ ഒരു കഴിവ് കേട്ടോ, സമ്മതിക്കണം. ഒരുപാട് ഐറ്റംസ് അതുപോലെ അവരിവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാരിങ്ങനെ ഫുഡുകൾ മേടിച്ച് കഴിച്ചും എല്ലാം ഇതിലെ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു ഇൻ ഹാൻസോ. അങ്ങനെ ആ കടയിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാത്തിനും വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ വിലയ്ക്കൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഒരു RMB സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഈ തലയിൽ കിട്ടുന്നതും ക്ലിപ്പ് അതുപോലത്തെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ. പക്ഷേ പെണ്ണുങ്ങളെ ഈ സ്ട്രീറ്റിലോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവർ വരില്ല. കുറേ പൈസയും കൂടെ കൊടുത്ത് വിടണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ രസകരമായ കാഴ്ചകളായിരുന്നു ഓരോന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ചൈനയിലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കുക. അപ്പോൾ ഞാൻ ചൈനയിൽ ഓരോ സ്ഥലങ്ങളിലും പോകുന്ന അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഏത് തരത്തിലുള്ള വീഡിയോ ആണ് ചൈനയുടെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമെന്നും ഒന്ന് കമൻ്റായിട്ട് എഴുതണേ. കമൻ്റ് എഴുതാനൊന്നും നിങ്ങൾ പിശിക്കണ്ട, കമൻ്റൊക്കെ എഴുതിക്കോ. എന്നാലല്ലേ എനിക്ക് നിങ്ങളൊക്കെ എന്താണ് അറിയാൻ ആഗ്രഹമെന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് വായിക്കാറുണ്ട്. കഴിയുന്നവർക്കെല്ലാം ഞാൻ റിപ്ലൈ തരാറുണ്ട്. ഇതുണ്ടല്ലേ ഒരു പെൺകുട്ടി എന്നാ ഇങ്ങനെ തട്ടാനോ കൊല്ലനോ എന്താ പറയുക, ഇത് ഇരുന്ന് അടിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ പെൺകുട്ടികളെ നമ്മൾ അധികം കാണാറില്ലല്ലോ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. ഇത് ഞാനും ആദ്യമായിട്ടാട്ടോ പെൺകുട്ടീനെ കണ്ടേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഒരുപാട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.